ഇന്ന് നമുക്ക് ഒരു തുള്ളി ബ്ലഡ് മൈക്രോസ്കോപ്പിൽ നോക്കി എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു EDTA ട്യൂബിനകത്ത് ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കവർ സ്ലിപ്പ്, ഒരു ഗ്ലാസ് സ്ലൈഡ്, ഒരു ഡ്രോപ്പർ, ഇത്ര സാധനമാണ് വേണ്ടത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ഗ്ലാസ് സ്ലൈഡിലേക്ക് EDTA ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒഴിക്കാം. പിന്നെ നമ്മൾ ഈ ചെറിയ സംഭവം ഉണ്ടല്ലോ, അതാണ് കവർ സ്ലിപ്പ്. കവർ സ്ലിപ്പ് അതിൻ്റെ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കാം കേട്ടോ. മൈക്രോസ്കോപ്പി ഫസ്റ്റ് നമുക്ക് ലോ പവറിൽ നോക്കാം. ലോ പവർ എന്ന് പറയുമ്പോൾ ഈ യെല്ലോ കളർ ലൈൻ കണ്ടോ, അതാണ് ലോ പവർ എന്ന് പറയുന്നത്. ലോ പവർ വെച്ചിട്ട് നോക്കാം. ലോ പവർ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹൈ പവറിലേക്ക് ടേൺ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ. ലോ പവറിൽ നോക്കുമ്പോൾ തീരെ പൊടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഹൈ പവറിലേക്ക് ടേൺ ചെയ്ത് നോക്കാം. ഈ ബ്ലൂ കളർ ലൈനുള്ള 40x എന്ന് എഴുതിയേക്കുന്ന ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. അതിനകത്തോട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനകത്തോട് നോക്കുമ്പോൾ നിറച്ച് കട്ട പിടിച്ചാണ് കാണുന്നത്. നമുക്ക് RBCയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സാമ്പിൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വിട്ട് കിടക്കുന്ന RBCകളെ കാണാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരു ഡ്രോപ്പ് ബ്ലഡും അതിനകത്ത് 1 ഡ്രോപ്പ് നോർമൽ സെലൈനും ആഡ് ചെയ്യാം. 1 ഡ്രോപ്പാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് കൂടിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. അത് മിക്സ് ആക്കിയിട്ട് കവർ സ്ലിപ്പ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഹൈ പവറിൽ നോക്കാം. ഹൈ പവറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് RBCകളെ നമ്മൾ പഠിച്ചിട്ടുള്ള RBCകളുടെ ഷേപ്പ് ഉണ്ടല്ലോ, ബയോകോൺകേവ് ഡിസ്ക് ഷേപ്പ്, അതേ ഷേപ്പിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നോക്ക്, ഇതെല്ലാം RBCകളാണ്. നമ്മൾ ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുന്നത്.